എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമുക്കറിയാം നമ്മൾ കുറേ വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബി.എഡ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് ഒരുപാട് ലെസൺ പ്ലാനുകൾ നിങ്ങൾക്ക് പഠിക്കേണ്ടി വരും. ഡിസ്കഷൻ ലെസൺ പ്ലാനുകൾ, ഡെമോൺസ്ട്രേഷൻ ലെസൺ പ്ലാനുകൾ, അതിൽ തന്നെ വരുന്ന കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ, വ്യത്യസ്തമായിട്ടുള്ള മോഡലുകൾ, 5 ലേണിംഗ് മോഡൽ, അതുപോലെ തന്നെ ഇൻക്വയറി ട്രെയിനിങ് മോഡൽ, അഡ്വാൻസ്ഡ് ഓർഗനൈസർ മോഡൽ, കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ, 5 ലേണിംഗ് മോഡൽ, അങ്ങനെ ഒരുപാട് മോഡലുകൾ നിങ്ങൾ പഠിക്കേണ്ടി വരും. നമ്മളിവിടെ പറയാൻ പോകുന്നത് ഡിസ്കഷൻ ലെസൺ പ്ലാനിൻ്റെ ഒരു മോഡൽ മാത്രമാണ് ഇവിടെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് ജസ്റ്റ് ഒരു ഷോർട്ടായിട്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇലാബറേറ്റ് ചെയ്തിട്ട് എഴുതാം, ഇൻട്രൊഡക്ഷനിൽ ആഡ് ചെയ്യാം, ഒരുപാട് കാര്യങ്ങൾ മാറ്റം വരുത്താം. ഇതെങ്ങനെയാണ് എഴുതേണ്ടത് എന്നൊരു മോഡലാണ് ഇവിടെ നമ്മളിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ലെസൺ പ്ലാൻ എഴുതി തുടങ്ങുന്നതിന് ഫസ്റ്റ് നമ്മൾ ഒരു പ്രിലിമിനറി ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കണം. നമ്മളെ നെയിം ഓഫ് ദ ടീച്ചർ, ഏത് സ്കൂളിലാണോ, ഏതാണോ ചാപ്റ്റർ. അവിടെ പറയാൻ പോകുന്നത് ബി.എഡ് ഫിസിക്കൽ സയൻസിൽ കെമിസ്ട്രി എന്ന ചാപ്റ്ററിലെ കെമിക്കൽ ചേഞ്ച്, അതായത് രാസമാറ്റങ്ങൾ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ച്, ഭൗതിക മാറ്റവും രാസമാറ്റവും എന്ന ടോപ്പിക്കാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രത്യേക 8th സ്റ്റാൻഡേർഡ് ക്ലാസ്സും അതുപോലെ തന്നെ ഡ്യൂറേഷനും കാര്യങ്ങളും എഴുതാം. നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. അത് കഴിഞ്ഞാൽ കരിക്കുലർ സ്റ്റേറ്റ്മെൻറ്റാണ് പിന്നെ നമ്മൾക്ക് വരുന്നത്. കരിക്കുലർ സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ പിന്നെ എഴുതേണ്ടത്. പ്രവർത്തനങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും ഗ്രൂപ്പ് ചർച്ചകളിലൂടെയും വിവരശേഖരണത്തിലൂടെയും അധ്യാപകൻ്റെ വിശദീകരണത്തിലൂടെയും ഭൗതിക മാറ്റം രാസമാറ്റം എന്ന ആശയം കുട്ടി രൂപീകരിക്കുന്നു. അതായത് കരിക്കുലർ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മളതാണ് കൊടുക്കേണ്ടത്. അതാണ് കുട്ടി എല്ലാം കഴിയുമ്പോഴത്തേ കുട്ടി ഈ ആശയങ്ങൾ രൂപീകരിക്കണം. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് വരുന്നത് കണ്ടൻറ്റ് അനാലിസിസ് ആണ്. കണ്ടൻറ്റ് അനാലിസിസ് നമുക്കറിയുന്ന പോലെ തന്നെ ടേംസ് വരുന്നുണ്ട്, ഫാക്റ്റുകൾ വരും, കൺസെപ്റ്റുകൾ വരും. ഇവിടെ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫാക്റ്റുകളും കൺസെപ്റ്റുകളും മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഫാക്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് എഴുതാം. ആ ടോപ്പിക്കിൽ നിന്ന് 10ഉം 11ഉം ഫാക്റ്റുകളൊക്കെ എഴുതാൻ പറ്റും. ഞാൻ ജസ്റ്റ് 2 ഫാക്റ്റുകൾ മാത്രമാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ടേംസ് എന്ന് പറയുന്നത് എന്താണ്, ആ ചാപ്റ്ററിൽ അല്ലെങ്കിൽ ആ ടോപ്പിക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്, അതാണ് ടേംസിൽ നമ്മൾ കൊടുക്കേണ്ടത്. കണ്ടൻറ്റ് അനാലിസിസിലുള്ള ടേംസിൽ നമ്മൾ കൊടുക്കേണ്ടത് ഭൗതിക മാറ്റം രാസമാറ്റം എന്ന ടേമുകളാണ് നമ്മൾ അതിൽ നിന്നും കുട്ടി ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഫാക്റ്റിലേക്ക് കിടക്കുന്ന സമയത്ത് ആ ചാപ്റ്ററിലുള്ള പ്രധാനപ്പെട്ട ഫാക്റ്റുകളാണ് നമ്മൾ എഴുതേണ്ടത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ 2 ഞാൻ എഴുതിയിട്ടുള്ളൂ. നമുക്ക് ചുറ്റുമുള്ള പദാർത്ഥങ്ങൾ മാറ്റങ്ങൾക്ക് വിധേയമാണ്. ചില മാറ്റങ്ങൾ ശാശ്വതമാണ്, ചിലത് അങ്ങനെയല്ല. ഓക്കെ, അപ്പോൾ ഇതിൽ ഫാക്റ്റുകൾ നിങ്ങൾക്ക് ആ ടോപ്പിക്സ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഫാക്റ്റുകൾ കിട്ടും. നെക്സ്റ്റ് കൺസെപ്റ്റിലേക്ക് കിടക്കുന്ന സമയത്ത് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ആ ചാപ്റ്ററിൽ വരുന്ന 2 ഭൗതിക മാറ്റം രാസമാറ്റങ്ങളൊക്കെ വരുന്നത് അതിൻ്റെ കൺസെപ്റ്റാണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. രാസമാറ്റങ്ങളിൽ ഒരു പുതിയ പദാർത്ഥം രൂപം കൊള്ളുന്നു. രാസമാറ്റങ്ങൾ മാറ്റാൻ പറ്റാത്തതാണ്, അല്ലെങ്കിൽ മാറ്റങ്ങൾക്ക് വിധേയമാവാത്തതാണ്, മാറ്റാനാവാത്തതാണ്. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ തന്മാത്രകളുടെ ക്രമീകരണം മാത്രം മാറുകയും പുതിയ ഉൽപ്പന്നം രൂപീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന മാറ്റത്തെ ഭൗതിക മാറ്റങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ അതാണ് കൺസെപ്റ്റ് നമ്മൾ എഴുതേണ്ടത്. എന്താണോ ആ ഭൗതിക മാറ്റം രാസമാറ്റം എന്നുള്ള കൺസെപ്റ്റ്, അതാണ് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത്. നെക്സ്റ്റ് നമുക്ക് ലേണിംഗ് ഔട്ട്കംസ് നമ്മൾ കുറച്ച് ഇത് വരുന്നുണ്ട്. റിമെമ്പറിങ്, അണ്ടർസ്റ്റാൻഡിങ്, അപ്ലൈയിങ്, അനലൈസിങ്, ഇവാലുവേറ്റിങ്, ക്രിയേറ്റിങ്, ഈ 6 കാര്യങ്ങളിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. നമുക്ക് നോക്കാം. ലേണിംഗ് ഔട്ട്കംസ്: ടു എനേബിൾ ദ ലേണർ ഇൻ റിമെമ്പറിങ്, recalling the concept of physical and chemical changes, recognizing the concept of physical and chemical changes. ഓക്കെ, അതായത് ആ കൺസെപ്റ്റ് എന്ത് വേണം, റീകോൾ ചെയ്യണം, റെക്കഗ്നൈസ് ചെയ്യണം. റിമെമ്പറിങ്ങിൽ വരുന്നത്. അണ്ടർസ്റ്റാൻഡിങ്ങിലാകുമ്പോൾ എക്സ്പ്ലൈനിങ് ദ കൺസെപ്റ്റ് ഓഫ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ്, ഇല്ലുസ്ട്രേറ്റിംഗ് ദ കൺസെപ്റ്റ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. ഓക്കെ, അപ്ലൈയിങ്ങിൽ വരുന്നത് എൻഗേജിങ് ഇൻ ആക്ടിവിറ്റീസ് ഷോയിങ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ്. അനലൈസിംഗ് വരുന്നത് കമ്പയറിംഗ് ദീസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചേഞ്ചസ്. ഇവാലുവേറ്റിംഗിൽ വരുന്നത് ഇവാലുവേറ്റിംഗ് ഡെയിലി ലൈഫ് അപ്ലിക്കേഷൻസ് ഓഫ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ്. ക്രിയേറ്റിംഗിൽ വരുന്നത് പ്ലാനിങ് ആൻ ആക്ടിവിറ്റി റിലേറ്റഡ് ടു ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ്. അതായത് ലേണിംഗ് ഔട്ട്കംസ് ആയിട്ടുള്ള റിമെമ്പറിങ്, അണ്ടർസ്റ്റാൻഡിങ്, അപ്ലൈയിങ്, അനലൈസിങ്, ഇവാലുവേറ്റിംഗ്, ക്രിയേറ്റിംഗ്, ഇതിൽ വരുന്നത് അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരുന്നത് ആ കൺസെപ്റ്റിനെ പറ്റി നമ്മളൊന്ന് പരിചയപ്പെടുത്തി കൊടുത്ത് അതിൻ്റെ ആ കൺസെപ്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സാമ്പിളുകളെ പറ്റി പറയുന്നതാണ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരുന്നതാണെങ്കിൽ. വ്യത്യസ്തമായിട്ടുള്ള ആക്ടിവിറ്റികൾ യൂസ് ചെയ്തിട്ട് ആ കെമിക്കൽ ചേഞ്ചസ് എന്താണ് എന്നുള്ള സംഭവം, അല്ലെങ്കിൽ ഫിസിക്കൽ ചേഞ്ച് എന്താണ് എന്നുള്ള ആ സംഭവം മനസ്സിലാക്കി കൊടുക്കുന്നതാണ് അപ്ലൈയിങ്ങിൽ വരുന്നതാണെങ്കിൽ. അത് ഒരു വ്യത്യസ്തമായിട്ടുള്ള 2 ചേഞ്ചസുകളും വഴി പരസ്പരം കമ്പയർ ചെയ്യുന്നതിന് നമ്മൾ പറയുന്നത് അനലൈസിങ് ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഡെയിലി ലൈഫ് അപ്ലിക്കേഷൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവാലുവേറ്റിംഗ് ആവും. അതുമായി ബന്ധപ്പെട്ടൊരു ആക്ടിവിറ്റി നമ്മൾ ചെയ്യുമ്പോൾ അത്
ക്രിയേറ്റിംഗ് ആയി മാറും. ഓക്കെ, പ്രീ റിക്വസൈറ്റ്സ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് മുമ്പ് എന്തറിയാം, അതായത് തങ്ങൾക്ക് ചുറ്റും നിരവധി മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കുട്ടികൾക്ക് അറിയാം. ടീച്ചിങ് ലേണിംഗ് എയ്ഡ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മളെ എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന്. ആക്ടിവിറ്റി കാർഡ്, മെഴുകുതിരി, പേപ്പർ, ലെറ്റർ, നാരങ്ങ, ബ്ലാക്ക് ബോർഡ്, അതാണ് നമ്മൾ എയ്ഡുകളായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ക്ലാസ് റൂം ഇൻട്രാക്ഷൻ പ്രൊസീജിയേഴ്സാണ്. അതായത് എന്തൊക്കെയാണ് ക്ലാസ് റൂമിൽ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ടീച്ചർ പ്യൂപ്പിൾ റെസ്പോൺസ് നമ്മൾ നോക്കാം. ടീച്ചേഴ്സ് ആക്ടിവിറ്റിയും വരുന്നുണ്ട്, പ്യൂപ്പിൾസ് റെസ്പോൺസും. അതായത് ഞാൻ ഇവിടെ പറഞ്ഞു കുറച്ച് ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷനൊക്കെ ഒരുപാട് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇൻട്രൊഡക്ഷനിലേക്ക് കടക്കാം. ഒരു വിത്തിൻ്റെ വളർച്ചയും അതിൽ നിന്ന് വളരുന്ന ഒരു ചെടിയും കാണിച്ചുകൊണ്ട് ടീച്ചർ ക്ലാസ്സുകൾ ആരംഭിക്കുന്നു. അവ വിശകലനം ചെയ്യാൻ ആവശ്യപ്പെടുകയും എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുകയും ചെയ്യുന്നു. അതേ മാറ്റങ്ങളെക്കുറിച്ച് വിത്ത് ഒരു ചെടിയായി വളരുന്നു. അതായത് അവിടെ ഒരു മാറ്റം നടക്കുന്നുണ്ട്. അതായത് മാറ്റം എന്നുള്ള കൺസെപ്റ്റ് കുട്ടികൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഒരുപാട് ഇൻട്രൊഡക്ഷൻ ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്കിന്ന് പഠിക്കാൻ പോകുന്നത് മാറ്റങ്ങളെക്കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ഡെവലപ്മെൻറ്റ്. അധ്യാപകൻ കുട്ടികളെ ഗ്രൂപ്പുകളായി തിരിച്ച് പഠന പ്രവർത്തനങ്ങൾക്ക് സജ്ജരാക്കുന്നു. ഒന്നാമത്തെ ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ വരുന്നത്, അധ്യാപകൻ ഒരു കുട്ടിയോട് ക്ലാസ്സിൽ ഒരു മെഴുകുതിരി കത്തിച്ചു വെക്കാൻ ആവശ്യപ്പെടുന്നു. എന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാണ്, ഡിസ്കഷൻ പോയിൻറ്റ്സ്. മെഴുകുതിരി കത്തിക്കുമ്പോൾ എന്തു മാറ്റങ്ങളാണ് നിങ്ങൾ നിരീക്ഷിക്കുന്നത്? അത് ഉരുകുന്നു. അപ്പോൾ എന്തെങ്കിലും പുതിയ ഉൽപ്പന്നം ഉണ്ടായോ? ഇല്ല. കൺസോളിഡേഷനായിട്ട് വരുന്നത് നമ്മൾ അതിൻ്റെ ആൻസർ പറഞ്ഞു കൊടുക്കുകയാണ്. മെഴുകുതിരി കത്തിക്കുമ്പോൾ സാധനം ഉരുകാൻ തുടങ്ങുന്നു. പുതിയ ഉൽപ്പന്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ആകൃതിയിൽ മാത്രം മാറ്റം ഉണ്ടായതിനാൽ ഇതിനെ ഭൗതിക മാറ്റം എന്ന് വിളിക്കുന്നു. നെക്സ്റ്റ് ടീച്ചർ വേറെ ആക്ടിവിറ്റിയിലേക്ക് കടക്കുകയാണ്. അധ്യാപകൻ ഒരു കുട്ടിയെ വിളിച്ച് ലൈറ്റർ ഉപയോഗിച്ച് ഒരു പേപ്പർ കത്തിക്കാൻ ആവശ്യപ്പെടുന്നു. എന്നിട്ട് ഡിസ്കഷൻ പോയിൻറ്റ്സിൽ പേപ്പറിന് എന്ത് സംഭവിച്ചു? അപ്പോൾ കുട്ടി പറയുന്നുണ്ട് ചാരമായി. ചാരത്തിൽ നിന്ന് പേപ്പർ ഉണ്ടാക്കാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ കൺസോളിഡേഷൻ, ഇവിടെ പുതിയ തന്മാത്രകൾ രൂപം കൊള്ളുന്നു. ഉണ്ടായ മാറ്റത്തെ തിരിച്ചെടുക്കാൻ പറ്റാത്തതിനാൽ അതിനെ രാസമാറ്റം എന്ന് പറയുന്നു. ഓക്കെ, അതാണ് കൺസോളിഡേഷൻ വരുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 3ലേക്ക് വരുമ്പോൾ, അധ്യാപകൻ ഒരു കുട്ടിയെ വിളിച്ച് ഒരു നാരങ്ങ കൊടുക്കുന്നു. അത് 2ആയി മുറിക്കാൻ ആവശ്യപ്പെടുന്നു. ഡിസ്കഷൻ പോയിൻ്റ്, നാരങ്ങയ്ക്ക് എന്ത് സംഭവിച്ചു? അത് 2 കഷ്ണമായി. പുതിയ പദാർത്ഥമായി മാറുകയോ അതുപോലുള്ള വേറെ മാറ്റങ്ങൾ എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ല. ആകൃതിയിൽ മാത്രം മാറ്റം വന്നു. അപ്പോൾ അതെന്ത് തരം മാറ്റമാണ്? അതാണ് ഭൗതിക മാറ്റം. കൺസോളിഡേഷനായിട്ട് വരുന്നത്, തന്മാത്ര ക്രമീകരണത്തിൽ മാത്രം മാറ്റം വരുന്നതിനെയാണ് ഭൗതിക മാറ്റം എന്ന് പറയുന്നത്. ആക്ടിവിറ്റി 4 ആയിട്ട് ആക്ടിവിറ്റി കാർഡുകൾ അധ്യാപകൻ കുട്ടികൾക്ക് നൽകുന്നു. ഭൗതിക മാറ്റവും രാസമാറ്റവും തിരിച്ചറിയാൻ ആവശ്യപ്പെടുന്നു. മരം മുറിക്കൽ, വെള്ളം ഐസായി മാറുന്നു, ഇരുമ്പിനെ തുരുമ്പെടുക്കൽ, വാഴപ്പഴം അഴുകുന്നത്. അപ്പോൾ രാസമാറ്റം ശാശ്വതമായിരിക്കുമ്പോൾ ഭൗതിക മാറ്റം താൽക്കാലികമാണ് എന്ന കൺസോളിഡേഷൻ എത്തിയിട്ട് കുട്ടികൾക്ക് റിവ്യൂ ക്വസ്റ്റ്യൻസ് കൊടുക്കുകയാണ്. എന്താണ് ഭൗതിക മാറ്റം, എന്താണ് രാസമാറ്റം? അത് കഴിഞ്ഞിട്ട് ഫോളോ അപ്പ് ആക്ടിവിറ്റി ആയിട്ട് ഭൗതിക മാറ്റത്തിൻ്റെയും രാസമാറ്റത്തിൻ്റെയും കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി സയൻസ് ഡയറിയിൽ എഴുതുക. നമുക്കറിയാം ഇവിടെ നമ്മൾ പറഞ്ഞ ലേണിംഗ് ഔട്ട്കംസ്, അതിൽ പറഞ്ഞിട്ടുള്ള 6 കൺസെപ്റ്റുകൾ അല്ലെങ്കിൽ 6 കാര്യങ്ങളും നമ്മളിവിടെ എന്ത് ചെയ്തു, നമ്മളിവിടെ ഇലാബറേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ കൂടുതൽ വീഡിയോകൾക്കായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.